ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെയുള്ള ആളുകളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെന്റൻസ്, അവർ പറഞ്ഞു. സിമ്പിൾ സെന്റൻസ് ആണ്. അവർ പറഞ്ഞു, ദേ സെഡ് അല്ലെ. ഇനി ഞാൻ കേട്ടു, എങ്ങനെ പറയാ? ഐ ഹെഡ്. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെന്റൻസ് കേൾക്കാനുണ്ട്. അപ്പോ ഐ ഹെഡ്, ഞാൻ കേട്ടു. ഇനി ഞാൻ സമ്മതിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഐ എഗ്രീഡ്. ഐ എഗ്രീഡ്, ഞാൻ സമ്മതിച്ചു. അവർ പറഞ്ഞു, ഞാൻ കേട്ടു, ഞാൻ സമ്മതിച്ചു. ക്ലിയർ ആണല്ലോ. ഇനി അവർ പറഞ്ഞത് ഞാൻ കേട്ടു എന്നിങ്ങനെ പറയാ. അവർ പറഞ്ഞത് ഞാൻ കേട്ടു. അപ്പോ ഐ ഹേർഡ് what they said. I heard what they said. അവർ പറഞ്ഞത് ഞാൻ കേട്ടു. ഓക്കെ, ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ. അവർ പറഞ്ഞത് ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. എങ്ങനെ ഈ സെന്റൻസ് പറയാ? അപ്പൊ നമ്മൾ പറഞ്ഞ സിമ്പിൾ സെന്റൻസിൽ നിന്നാണ് നമ്മൾ ഈ വലിയ സെന്റൻസ് ഉണ്ടാക്കിയത് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വീഡിയോ ആണ്. അപ്പോൾ അവർ പറഞ്ഞത് ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. എങ്ങനെ പറയാ? അവർ പറഞ്ഞത് ഞാൻ കേട്ടു, നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഐ ഹാഡ് വാട്ട് ദേ സെഡ്, സോ ഐ അഗ്രീഡ്. ക്ലിയർ ആയോ? ഐ ഹാഡ് വാട്ട് ദേ സെഡ്, സോ ഐ അഗ്രീഡ്. അവർ പറഞ്ഞത് ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ്, അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്നിങ്ങനെ പറയാ. അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു എന്നാണ്. ഐ ബിലീവ്ഡ് വാട്ട് ഹി സെഡ്. ഐ ബിലീവ്ഡ് വാട്ട് ഹി സെഡ്. അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ഐ ബിലീവ്ഡ് വാട്ട് ഹി സെഡ്. അവൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. എന്നോട് അവർ ചോദിച്ചു. എന്നോട് അവർ ചോദിച്ചു എന്നിങ്ങനെ പറയാ. ദേ ആസ്ക്ഡ് മീ. ദേ ആസ്ക്ഡ് മീ, എന്നോട് അവർ ചോദിച്ചു. ഇനി ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു എന്നെങ്ങനെ പറയാ? ഐ ടോൾഡ് ദം. ഐ ടോൾഡ് ദം, ഞാൻ അവരോട് പറഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഈ സെന്റൻസുകളിലൊക്കെ നമ്മളുടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എത്തരത്തിൽ മാറ്റം വരുന്നു എന്നുള്ളതൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ അവളെ വിളിച്ചു. ഞാൻ അവളെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഐ കോൾഡ് ഹർ അല്ലേ. ഐ കോൾഡ് ഹർ. ഇനി അവൾ എന്നെ വിളിച്ചു എന്ന് പറയുകയാണെങ്കിൽ അവൾ എന്നെ വിളിച്ചു. ഷി കോൾഡ് മീ. ഷി കോൾഡ് മീ. നീ അവളെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോഴോ ഇവിടെയും മാറ്റണം. നീ അവളെ വിളിച്ചോ. ഡിഡ് യു കോൾ ഹർ. ഡിഡ് യു കോൾ ഹർ. നീ അവളെ വിളിച്ചോ. അവൻ വന്നത് ഞാൻ കണ്ടു. അവൻ വന്നത് ഞാൻ കണ്ടു. എങ്ങനെ പറയാ? അവൻ വന്നത് ഞാനാണ് കണ്ടത്. ഐ സോ ഹിം കം. ഐ സോ ഹിം കം. അവൻ വന്നത് ഞാൻ കണ്ടു. ഇനി അവൾ പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയുകയാണെങ്കിലോ അവൾ പോകുന്നത് കണ്ടത് ഞാൻ തന്നെയാണ്. അപ്പൊ എങ്ങനെ പറയാ? ഐ സോ ഹർ ലീവ് അല്ലേ. ഐ സോ ഹർ ലീവ്. ഐ സോ ഹർ ഗോ അല്ലെങ്കിൽ ഐ സോ ഹർ ലീവ്. ഇവിടെ ഏറ്റവും നല്ലത് ലീവ് എന്നാണ് കേട്ടോ. ഐ സോ ഹർ ലീവ്. അവൾ പോകുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. സിമ്പിൾ ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ലൈക്ക്ഡ് വാട്ട് ഹി സെഡ് അല്ലേ. അവനാണ് പറഞ്ഞത്. സോ ഐ ലൈക്ക്ഡ് വാട്ട് ഹി സെഡ്. അവൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ദേ സെഡ്. ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ദേ സെഡ്. അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ പല സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, അവൾ പറഞ്ഞത് ഞാൻ ഓർത്തു. അവൾ പറഞ്ഞതേ ഞാൻ ഓർത്തു എന്ന് പറയാറുണ്ടല്ലോ. ആരാ പറഞ്ഞത്? അവൾ പറഞ്ഞത് ഓർത്തത് ഞാനാണ്. ഐ റിമെമ്പേർഡ് വാട്ട് ഷീ സെഡ്. ഐ റിമെമ്പേർഡ് വാട്ട് ഷീ സെഡ്. അവൾ പറഞ്ഞത് ഞാൻ ഓർത്തു. ഇനി അവൻ ചോദിച്ചത് ഞാൻ കേട്ടു എന്നെങ്ങനെ പറയാ? അവൻ ചോദിച്ചത് ഞാൻ കേട്ടു. ഐ ഹേർഡ് വാട്ട് ഹി ആസ്ക്ഡ്. ഐ ഹേർഡ് വാട്ട് ഹി ആസ്ക്ഡ്. അപ്പൊ എന്ത് പറയുകയാണെങ്കിലും നമുക്ക് ഈ ഒരു റൂള് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, അവർ പറഞ്ഞപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചു. അവർ പറഞ്ഞപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചു. എങ്ങനെ പറയാ? ഞാൻ സമ്മതിച്ചു. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു ഐ എഗ്രീഡ് വെൻ ദേ സെഡ് ഇറ്റ്. ഐ എഗ്രീഡ് വെൻ ദേ സെഡ് ഇറ്റ്. അവർ പറഞ്ഞപ്പോൾ ഞാൻ അതിന് സമ്മതിച്ചു. അവൾ പറഞ്ഞത് ശരിയായിരുന്നു. അവൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ. വാട്ട് ഷീ സെഡ് വാസ് റൈറ്റ്.
What she said was right. അവൾ പറഞ്ഞത് ശരിയായിരുന്നു. അവൻ പറഞ്ഞത് എനിക്ക് അറിയാമായിരുന്നു. അവൻ പറഞ്ഞത് എനിക്ക് അറിയാമായിരുന്നു. I knew what he said. എന്ത് സിമ്പിൾ അല്ലേ? I knew what he said. അവൻ പറഞ്ഞത് എനിക്ക് അറിയാമായിരുന്നു. അവൻ പറഞ്ഞത് ഞാൻ ചെയ്തു. അവൻ പറഞ്ഞത് ഞാൻ ചെയ്തു. ഒരേ രീതിക്കുള്ള സെന്റൻസ് ആണ്, പക്ഷെ പല രീതിയിലുമാണ് നമ്മൾ പറയുന്നത് അല്ലേ? എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസ് പറയുന്നത്. അവൻ പറഞ്ഞത് ഞാൻ ചെയ്തു. അപ്പൊ ഞാൻ ചെയ്തു. I did what he said. I did what he said. അവൻ പറഞ്ഞത് ഞാൻ ചെയ്തു. അവർ തന്നത് ഞാൻ സ്വീകരിച്ചു. അവർ തന്നത് ഞാൻ സ്വീകരിച്ചു. ഇത് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സെന്റൻസ് ഞാൻ പറയാം. I accepted. അല്ലെ, സ്വീകരിച്ചു, ആക്സെപ്റ്റ് ആണ്. അപ്പോൾ I accepted, ഞാൻ സ്വീകരിച്ചു. What they dash me. What they dash me. Give, given, gave. ഏതാണ് ഇവിടെ സ്യൂട്ടായ ഒരു വെർബ്? തരിക, ഗിവ് ആണ് അല്ലെ. അപ്പോ അവർ തന്നത് ഞാൻ സ്വീകരിച്ചു എന്നാണ്. ഇവിടെ കഴിഞ്ഞ കാര്യമാണല്ലോ പറയുന്നത്. അപ്പം I accepted what they dash me. ഇവിടെ ഏത് വെർബാണ്? ഗിവ് ആണോ, ഗെയ്വ് ആണോ, ഗിവൺ ആണോ വേണ്ടത്? താഴെ കമന്റ് ചെയ്യാട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സെന്റൻസുകളിൽ നിന്ന് വലിയ വലിയ സെന്റൻസുകൾ ഉണ്ടാക്കാനും ഇതുപോലെ തന്നെ ഒരേ ടൈപ്പിലുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് പല രീതിയിൽ ഡെയിലി ലൈഫ് സെന്റൻസ് പറയാനും ഒക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ ഡെയിലിയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങൾ വാച്ച് ചെയ്യുക. അത് കൃത്യം 6 മണിക്ക്, ചിലപ്പോൾ നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 6 മണി കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആയി വരും. എങ്കിലും ഞാൻ എന്നെക്കൊണ്ട് കഴിയും വിധം ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. വീഡിയോ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ് 3 ദിവസമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും, നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയും. നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടുമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറയുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കുകയും ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നോട് ചോദിക്കുകയും ചെയ്യാം. അപ്പൊ ആ ലൈവ് ക്ലാസ്സിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 8:30, 9:30 ഉള്ളിലായിട്ട് ലൈവ് ക്ലാസ് അവസാനിക്കും. ഒരു 8:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു 8 മണിക്ക് നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. 8 മണിയോ അല്ലെങ്കിൽ 8:30 ആ ഒരു സമയത്തായിരിക്കും. 8 മണിയല്ല, ഒരു 8:30 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ഒരു 9:30 ഉള്ളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വളരെ കുറച്ച് സെന്റൻസുകളെ നമ്മൾ ഡിസ്കസ് ചെയ്യുള്ളൂ. ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ നമ്മൾ ലൈവിൽ അറ്റൻഡ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 8:30 to 9:30 അതിനുള്ളിലായിട്ട് നമ്മളെ ലൈവ് ക്ലാസ് അവസാനിക്കും. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേ? എല്ലാവരും ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.